സോളമൻ സോഫിയ ഈ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു പ്രണയകഥയായിരിക്കും. പക്ഷെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ വെറും ഒരു പ്രണയകഥയാണോ? അല്ല, ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഇരുട്ടിലാക്കിയ ഒരു പുരുഷന്റെ കഥയാണ്. അതേസമയം അവളുടെ ശരീരത്തിന് സംഭവിച്ച അതിക്രമത്തെ അവളുടെ ആത്മാവിന്റെ കുറ്റമായി കാണാതിരുന്ന മറ്റൊരു പുരുഷന്റെ കഥ കൂടിയാണ്. ഇത് പ്രണയത്തിന്റെ കഥയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയെ അവളുടെ ഭൂതകാലത്തിന്റെ പേരിൽ വിധിക്കാത്ത ഒരു പുരുഷന്റെ കഥയാണ്. 1986 പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഇന്നും മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. മൈസൂരിന്റെ ഗ്രാമീണ പശ്ചാത്തലം, ബാംഗ്ലൂരിലെ മുന്തിരിത്തോട്ടങ്ങൾ, മഴ, ബൈബിൾ, ഉത്തമഗീതത്തിലെ പ്രണയവരികൾ, മോഹൻലാലിന്റെ സോളമൻ, ഷാരിയുടെ സോഫിയ, തിലകന്റെ പൗലോക്കാരൻ, ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ സിനിമ. പക്ഷേ ഈ സിനിമയുടെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ ലോറിയുടെ ശബ്ദം കേൾക്കണം. കാരണം ഈ സിനിമയിൽ ആ ലോറി വെറും ഒരു വാഹനമല്ല, അതൊരു കഥാപാത്രമാണ്. സോളമന്റെ ലോകം. മൈസൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ചെറുപ്പക്കാരനാണ് സോളമൻ. അയാളുടെ പിതാവ് മരിച്ചുപോയി, അമ്മയോടൊപ്പമാണ് അയാൾ താമസിക്കുന്നത്. പക്ഷെ സോളമന്റെ ജീവിതം ആ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബാംഗ്ലൂരിൽ അയാൾക്ക് വലിയ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. 50-60 ഏക്കറോളം വരുന്ന തോട്ടങ്ങൾ. അവിടെ കൃഷി ചെയ്താണ് അയാൾ ജീവിക്കുന്നത്. സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്ന സ്വതന്ത്രനായ, ജീവിതത്തെ അതിന്റെ വഴിക്ക് ആസ്വദിക്കുന്ന ഒരു യുവാവ്. ഇടയ്ക്കിടെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വരും അമ്മയെ കാണാൻ. രാത്രിയിലെത്തും, അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കും, പിന്നെ പുലർച്ചെ തന്നെ തിരിച്ചു പോകും. സോളമന്റെ ജീവിതം അങ്ങനെയാണ്. പക്ഷെ ഒരു രാത്രി ആ പതിവ് മാറുകയാണ്. അയാൾ ടാങ്കർ ലോറിയുമായി വീട്ടിലെത്തുന്നു. അന്ന് ആ വീട്ടിൽ മറ്റൊരാളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സോളമന്റെ അമ്മാവന്റെ മകൻ ആന്റണി പഠന സൗകര്യത്തിനായി അവിടെ താമസിക്കാൻ വന്നിരുന്നു. സോളമൻ വന്ന രാത്രിയിൽ തന്നെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു. അമ്മയും മകനും ആന്റണിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വലിയ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ പത്മരാജൻ ഈ ചെറിയ രംഗത്തിലൂടെ സോളമനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പുറത്ത് എത്ര സ്വതന്ത്രനായ മനുഷ്യനായാലും അമ്മയുടെ മുന്നിൽ അയാൾ ഒരു സാധാരണ മകനാണ്. അമ്മയുമായുള്ള സോളമന്റെ ആത്മബന്ധം ഇവിടെ തന്നെ സ്ഥാപിക്കപ്പെടുന്നു. പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ മരവേലിക്കപ്പുറം അതിരാവിലെ സോളമൻ ഉണരുന്നു. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത്, അപ്പുറത്തെ വീട്ടിൽ പുതിയ വാടകക്കാർ താമസത്തിന് എത്തിയിരിക്കുന്നു. രണ്ട് വീടുകളെയും വേർതിരിക്കുന്ന വലിയൊരു മതിലല്ല, മരം കൊണ്ടുണ്ടാക്കിയ ഒരു വേലിക്കെട്ട്, അതിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളിലൂടെയാണ് സോളമൻ സോഫിയയെ ആദ്യമായി കാണുന്നത്. അവൾ അനിയത്തി എലിസബത്തിനോടൊപ്പം വെണ്ട നടുകയാണ്. ഒരു സാധാരണ ഗ്രാമീണ കാഴ്ച. പക്ഷെ സോളമന്റെ ജീവിതത്തിൽ അത് സാധാരണമായിരുന്നില്ല. അവൻ അവളെ കാണുന്നു, അവൾ അവനെ കാണുന്നു. ഒരു നോട്ടം, പിന്നെ മറ്റൊരു നോട്ടം, അത്രമാത്രം. പക്ഷെ ആ നിമിഷം മുതൽ സോളമന്റെ യാത്രയുടെ ദിശ മാറുന്നു. ആ മരവേലി ഇവിടെ വെറുമൊരു വേലിയല്ല, അത് രണ്ട് ലോകങ്ങൾക്കിടയിലെ അതിർത്തിയാണ്. സോളമന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സോഫിയുടെ തടവിന്റെയും ഇടയിലുള്ള അതിർത്തി. സാമ്പത്തികമായും സാമൂഹികമായും വ്യത്യസ്തമായ രണ്ട് ജീവിതങ്ങളെ വേർതിരിക്കുന്ന രേഖ. പക്ഷെ ആ വേലിയിൽ ദ്വാരങ്ങളുണ്ട്. അവയിലൂടെയാണ് പ്രണയം കടന്നു വരുന്നത്. സോളമന് തിരികെ പോകാൻ കഴിയുന്നില്ല. സാധാരണ സോളമൻ രാത്രിയിൽ വീട്ടിലെത്തി പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പക്ഷെ ഇത്തവണ അയാൾക്ക് പോകാനേ കഴിയുന്നില്ല. കാരണം ആ പെൺകുട്ടി അയാളുടെ മനസ്സിൽ കുടുങ്ങി കഴിഞ്ഞു. പിന്നീട് ആന്റണിയും സോളമനും ചേർന്ന് ബാഡ്മിന്റൺ കളിക്കുമ്പോൾ സോഫിയയും എലിസബത്തും അവരോടൊപ്പം ചേരുന്നു. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു അലർച്ചയാണ് അവർക്കിടയിലെ തോന്നിത്തുടങ്ങിയ താല്പര്യത്തിന് ഒരു വിലങ്ങ് തടിയായി സിനിമയിൽ കാണിക്കുന്നത്. അത് സോഫിയയുടെ അച്ഛൻ പൗലോക്കാരന്റെ ശബ്ദമായിരുന്നു. അയാൾ പെൺകുട്ടികളെ തിരിച്ചു വിളിച്ചുകൊണ്ടു പോകുന്നു. സമാധാനം തിളങ്ങുന്നിടത്ത് അശാന്തി വിതയ്ക്കുന്ന പ്രകൃതം. മറ്റൊരു രംഗത്തിലാണ് പൗലോക്കാരന് സോഫിയോടുള്ള ബന്ധം ഏത് തരത്തിലാണെന്ന് പ്രേക്ഷകൻ തിരിച്ചറിയുന്നത്. അവൾ ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്നു. ആ ജോലിക്ക് വന്ന ഒരു ഇന്റർവ്യൂ കാർഡ് അവൾ അറിയാതെ അയാൾ നശിപ്പിച്ചിരുന്നു. അവൾ സ്വതന്ത്രയാകുന്നത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ ലോകത്ത് അവളെ തളച്ചിടാൻ അയാൾ ശ്രമിക്കുന്നതായി പ്രേക്ഷകൻ മനസ്സിലാക്കുന്നു. അതിനെ ചൊല്ലി സോഫിയയും പൗലോക്കാരനും തമ്മിൽ നടക്കുന്ന തർക്കം പുറത്ത് വേലിക്കരികിൽ നിന്ന് സോളമൻ കാണുന്നുണ്ട്. പൗലോക്കാരന് സോഫിയോട് ഒരു നല്ല പിതാവിന് മകളോടുള്ള ബന്ധമല്ലെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. ഇതിനിടെ ആന്റണിക്ക് എലിസബത്തിനോടൊരു രഹസ്യ പ്രണയമുണ്ട്. അതിനിടയിൽ സോളമന്റെ കണ്ണുകൾ സോഫിയെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. സംസാരങ്ങൾ തുടങ്ങുന്നു, പരിചയം വളരുന്നു, പ്രണയം പതുക്കെ രൂപപ്പെടുന്നു. പത്മരാജന്റെ പ്രത്യേകത ഇവിടെ ഇങ്ങനെയാണ്. പ്രണയം പെട്ടെന്ന് സംഭവിക്കുന്നില്ല, അത് വളരുകയാണ് നമ്മുടെ മുന്നിൽ, മഴ പോലെ, പതുക്കെ, ശബ്ദമില്ലാതെ. പക്ഷെ സോഫിയയുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടുണ്ട്. സോളമൻ സോഫിയോട് അടുക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിലെ ഇരുട്ട് അയാൾ തിരിച്ചറിയുന്നത്. സോഫിയയുടെ അമ്മ പുനർവിവാഹം ചെയ്തതാണ്. അവളുടെ രണ്ടാം ഭർത്താവാണ് പൗലോക്കാരൻ, തിലകൻ അവതരിപ്പിച്ച കഥാപാത്രം. അയാൾ സോഫിയയുടെ ജീവിതത്തിലെ ഒരു കരിനിഴലാണ്, പിതൃവാത്സല്യമല്ല. അയാളുടെ കണ്ണുകളിൽ മറ്റൊന്നാണ്, വന്യമായ
അമിതമായ കാമം. സോഫിയ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല. ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആശയം. അഭയം കിട്ടേണ്ട വീട് തന്നെ ഭയത്തിന്റെ ഇടമായി മാറുന്നു. സോളമൻ ഇത് പതുക്കെ തിരിച്ചറിയുന്നു. സോഫിയയുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന്, അവളുടെ പേടിക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന്, അവളുടെ ജീവിതം പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന്. അതേസമയം സോളമന്റെ പ്രണയം വളരുകയാണ്. അയാൾ സോഫിയയോട് നേരിട്ട് പറയുന്നതിന് പകരം ബൈബിളിലെ വാക്കുകളിലൂടെ തന്റെ മനസ്സ് തുറക്കുന്നു. ഉത്തമഗീതത്തിലെ ആ വരികൾ, പ്രിയേ എഴുന്നേൽക്കൂ, എൻ്റെ സുന്ദരി വരിക, ഇതാ ശീതകാലം കഴിഞ്ഞുപോയി, മഴയും മാറിപ്പോയി, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർത്തുവോ എന്നും മാതളനാരകം പൂവിട്ടോ എന്നും നോക്കാം. ബാക്കി വരികൾ അവൾക്ക് വിടുകയാണ് അയാൾ. വീട്ടിലിരുന്ന് ബൈബിൾ തുറന്നു നോക്കി ബാക്കി വരികൾ അവൾ വായിക്കുന്നു. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അവളാണ് വായിച്ചതെങ്കിലും അവളുടെ കാതിൽ മുഴങ്ങുന്നത് ആ വാചകങ്ങൾ അയാളുടെ ശബ്ദത്തിലാണ്. അവൾ മനസ്സിലാക്കുന്നു, ഇത് ബൈബിളിലെ വാക്കുകൾ മാത്രമല്ല, സോളമന്റെ പ്രണയമാണ്. ഇത്രയും കാലം ഭയത്തിൽ ജീവിച്ച സോഫിയയുടെ ഉള്ളിൽ ആദ്യമായി പ്രതീക്ഷയുടെ ഒരു നാമ്പ് തളിർക്കുന്നു. ഒരു ദിവസം സോഫിയയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ചേർന്ന് പൗലോക്കാരൻ മദ്യപിക്കുകയാണ്. അയാൾ ഭാര്യയെയും മകളെയും അവിടേക്ക് വിളിച്ചു വരുത്തി ശകാരങ്ങൾ തുടങ്ങുന്നത് വേലിക്കെട്ടുകൾക്കപ്പുറത്ത് നിന്ന് സോളമനും ആന്റണിയും കാണുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പൗലോക്കാരൻ സോഫിയയെ ഉപദ്രവിക്കുമ്പോൾ മരത്തിന്റെ വേലിയുടെ ഒരു ചെറിയ ഭാഗം തകർത്ത് സോളമൻ അവിടേക്ക് എത്തി അവളുടെ രക്ഷകനാകുന്നുണ്ട്. അപ്പോൾ പൗലോക്കാരന് ഒരു കാര്യം മനസ്സിലായി, സോഫിയയ്ക്കും ആളുണ്ട്. ഇപ്പോൾ അവൾ തൻ്റെ പരിധിയിൽ മാത്രമല്ല, പക്ഷെ സോഫിയയ്ക്ക് മനസ്സിൽ ആ സംഭവം കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ്. ഈ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാം, ഒരു ദിവസം സ്വന്തം ജീവിതം സ്വന്തമാക്കാം, ഒരു ദിവസം സോളമനോടൊപ്പം ജീവിക്കാം. പക്ഷെ അവളുടെ ആ പ്രതീക്ഷയാണ് പൗലോക്കാരൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നത്. അയാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, സോളമൻ സോഫിയയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും. അങ്ങനെ സംഭവിച്ചാൽ സോഫിയ തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ തൻ്റെ കാമം പൂർത്തീകരിക്കണമെന്ന ഭീകരമായ ഒരു തീരുമാനം അയാൾ എടുക്കുന്നു. ഇവിടെയാണ് സിനിമയുടെ പ്രണയലോകം പെട്ടെന്ന് ഇരുട്ടിലേക്ക് വീഴുന്നത്. ആ ദിവസം സോഫിയയുടെയും സോളമൻ്റെയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ സോഫിയയുടെ അമ്മയും സോളമൻ്റെ അമ്മയും സോളമനും കൂടി പള്ളിയിലെ വൈദികനെ കാണാൻ പോകുന്നു. പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു കുടുംബജീവിതത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പക്ഷേ പൗലോക്കാരൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അത് വെറും നാടകമായിരുന്നു. അയാൾ തിരികെ വരുന്നു. വീട്ടിൽ സോഫിയ മാത്രം. അവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന ക്രൂരത സംഭവിക്കുന്നു. പൗലോക്കാരൻ സോഫിയയെ ബലാത്സംഗം ചെയ്യുന്നു. പത്മരാജൻ ഈ രംഗത്തെ പ്രേക്ഷകന്റെ കൗതുകത്തിനുള്ള കാഴ്ചയാക്കുന്നില്ല. ആക്രമത്തിന്റെ ആഘാതമാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പള്ളിയിൽ നിന്ന് സോളമനും അമ്മയും തിരികെ എത്തുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. സോഫിയ കരയുകയാണ്. അവളുടെ ജീവിതം തകർന്നിരിക്കുന്നു. അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സോളമൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് അയാൾ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് ഒരു വിശദീകരണവുമില്ലാതെ. അവിടെ പ്രേക്ഷകനും ഒരു നിമിഷം തെറ്റിദ്ധരിക്കുന്നു. സോളമൻ അവളെ ഉപേക്ഷിച്ചോ? ഇത്രയും സ്നേഹിച്ച പെൺകുട്ടിയെ അവൾക്ക് സംഭവിച്ചതിൻ്റെ പേരിൽ അയാൾ ഉപേക്ഷിച്ചോ? സമൂഹം സാധാരണയായി ഒരു സ്ത്രീയോട് കാണിക്കുന്ന അതേ ക്രൂരതയാണോ സോളമനും കാണിച്ചത്? സിനിമ നമ്മളെ ആ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നു. പിന്നെ പത്മരാജൻ തങ്ങളെ സിനിമയുടെ തുടക്കത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നു. ആ ഹോൺ. സിനിമയുടെ തുടക്കത്തിൽ ആന്റണി ഒരു വലിയ ഹോൺ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. അത് സോളമന്റെ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഹോണാണ്. അവസാനത്തിലും അതേ ശബ്ദം. ആന്റണി വീണ്ടും ഉണരുന്നു. പക്ഷെ ഇത്തവണ ആ ഹോൺ മറ്റൊരു അർത്ഥമാണ് വഹിക്കുന്നത്. സോളമൻ തിരികെ വന്നിരിക്കുന്നു. അവൻ സോഫിയയെ ഉപേക്ഷിച്ചതല്ല പോയത്, അവൻ അവളെ കൊണ്ടുപോകാനാണ് പോയത്, ബാംഗ്ലൂരിലേക്ക്. ലോറി അതൊരു കഥാപാത്രം തന്നെയാണ്. ഇവിടെയാണ് ആ ലോറിയുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ആ ലോറി സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലുമുണ്ട്, അതിനിടയിലുമുണ്ട്. സോളമനും സോഫിയയും ആ ലോറിയിൽ മൈസൂരിൽ ഒരുപാട് ചുറ്റി നടന്നിട്ടുണ്ട്. അത് അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷിയാണ്. ഒരിക്കൽ സോളമൻ സോഫിയോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സോഫിയ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്നെ ഈ ലോറിയിൽ കൊണ്ടുപോകാമോ? അന്ന് അതൊരു ചെറിയ പ്രണയ സംഭാഷണം പോലെ തോന്നിയിരിക്കാം. പക്ഷെ ക്ലൈമാക്സിൽ ആ വാക്കിന് മറ്റൊരർത്ഥം ലഭിക്കുന്നു. സോളമൻ വാക്ക് പാലിക്കുകയാണ്. വേലി തകർന്ന രാത്രിയിൽ സോളമൻ ആ ലോറിയുമായി തിരിച്ചെത്തുന്നു. അവരുടെ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നിൽക്കുന്ന വലിയ മരവേലി. അത് സോളമന്റെ മുന്നിൽ ഇനി ഒരു തടസ്സമല്ല. അയാൾ അതിനെ ചവിട്ടി ഒടിക്കുന്നു. ഈ നിമിഷം സിനിമയിലെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളിൽ ഒന്നാണ്. സിനിമയുടെ തുടക്കത്തിൽ ആ വേലി സോളമനെയും സോഫിയയും വേർതിരിച്ചിരുന്നു. അതിനുള്ളിലെ ചെറിയ ദ്വാരത്തിലൂടെയാണ് അവർ പരസ്പരം കണ്ടത്. പക്ഷെ അവസാനം സോളമൻ ആ വേലി തന്നെ തകർക്കുന്നു. സാമൂഹിക അതിർത്തി തകരുന്നു, ഭയത്തിന്റെ അതിർത്തി തകരുന്നു, സോഫിയയുടെ തടവറ തകരുന്നു. സോളമൻ അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. സോഫിയ, അവൻ അവളെ വിളിക്കുന്നു. അവൾ പുറത്തേക്ക് വരുന്നു. പൗലോക്കാരൻ എതിർക്കുന്നു. പക്ഷെ ഇത്തവണ സോളമൻ പിന്നോട്ടില്ല. അയാൾ പൗലോക്കാരനെ നേരിടുന്നു, ക്രൂരമായി മർദ്ദിച്ച് നിലത്തിടുന്നു.
പക്ഷേ ആ അടിയുടെ അർത്ഥം വെറും പ്രതികാരം മാത്രമല്ല, അത് സോഫിയയുടെ ജീവിതത്തിന്മേൽ പൗലോക്കാരൻ സ്ഥാപിച്ചിരുന്ന അധികാരത്തിന്റെ അവസാനമാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ യഥാർത്ഥ ഹൃദയം. സോഫിയയുടെ ശരീരത്തിന് സംഭവിച്ചതിനെ സോളമൻ അവളുടെ സ്വഭാവമായി കാണുന്നില്ല. അവൾ കുറ്റക്കാരിയല്ലെന്ന് അയാൾക്കറിയാം. അവളുടെ ശരീരം അപമാനിക്കപ്പെട്ടിരിക്കാം, പക്ഷേ അവളുടെ മനസ്സ് അത് അപമാനിക്കപ്പെട്ടിട്ടില്ല. അവളുടെ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. അവളുടെ പ്രണയം നഷ്ടപ്പെട്ടിട്ടില്ല. അവളുടെ ആത്മാവ് തകർന്നിട്ടില്ല. സോളമന് വേണ്ടത് അവളുടെ ശരീരത്തിന്റെ ശുദ്ധിയല്ല, അവളുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. അത് അവൾക്കുണ്ടെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് സോളമൻ സോഫിയയെ തിരികെ കൊണ്ടുപോകുന്നത്. സോളമനും സോഫിയയും ആ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കയറുന്നു. ലോറി മുന്നോട്ട് നീങ്ങുന്നു. മൈസൂർ പിന്നിലാകുന്നു. ആ വീട് പിന്നിലാകുന്നു. ആ വേലി പിന്നിലാകുന്നു. പൗലോക്കാരൻ പിന്നിലാകുന്നു. ഭയം പിന്നിലാകുന്നു. മുന്നിൽ ബാംഗ്ലൂർ, മുന്തിരിത്തോട്ടങ്ങൾ, ഒരു പുതിയ ജീവിതം. ഒരിക്കൽ സോളമൻ സോഫിയോട് പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അവൻ അവളെ കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു വലിയ ചോദ്യത്തിനുള്ള പത്മരാജന്റെ ഉത്തരമുണ്ട്. ഒരു സ്ത്രീക്ക് നേരിട്ട അതിക്രമം അവളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. അവൾക്ക് വീണ്ടും സ്നേഹിക്കാം, വീണ്ടും ജീവിക്കാം, വീണ്ടും സ്വപ്നം കാണാം. അവളെ സ്നേഹിക്കുന്ന മനുഷ്യൻ അവളുടെ ശരീരത്തിന്റെ ചരിത്രം കൊണ്ട് അളക്കേണ്ടതില്ല, അവളുടെ മനസ്സിനെ കാണണം. അതാണ് സോളമൻ കാണുന്നത്. എന്തുകൊണ്ട് ഈ സിനിമ ഇന്നും ക്ലാസിക്കാണ്? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഒരു പ്രണയ കഥയായി തുടങ്ങുന്നു, പക്ഷേ അത് പ്രണയത്തിൽ അവസാനിക്കുന്നില്ല. അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഒരു മരവേലി, ഒരു മുന്തിരിത്തോട്ടം, ഒരു ലോറി, ഒരു ബൈബിൾ, ഒരു മഴ, ഒരു സ്ത്രീയുടെ കണ്ണിലെ പേടി, ഒരു പുരുഷന്റെ തീരുമാനത്തിലെ ധൈര്യം, ഇവയെല്ലാം ചേർന്നാണ് പത്മരാജൻ ഈ സിനിമ സൃഷ്ടിച്ചത്. സോളമൻ സോഫിയെ സ്നേഹിക്കുന്നത് അവൾ പരിപൂർണയായതുകൊണ്ടല്ല, അവൾ മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടാണ്. അവൾക്ക് സംഭവിച്ചതിന് അവൾ ഉത്തരവാദിയല്ലെന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ ബോധ്യം അയാളുടെ മനസ്സിൽ 100 വട്ടം ഉണ്ടായതുകൊണ്ടാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പുരോഗമനപരമായ ആശയം. അതിനാലാണ് ഇന്നും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കാണുമ്പോൾ നമ്മൾ വെറുമൊരു പ്രണയകഥ കാണാത്തത്. നമ്മൾ കാണുന്നത് ഒരു വേലി തകർന്നു പോകുന്നതാണ്, ഒരു പെൺകുട്ടി ഭയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്, ഒരു പുരുഷൻ സമൂഹത്തിന്റെ പതിവ് വിധികളെ നിരസിക്കുന്നതാണ്, ഒരു ലോറി ഒരു പ്രണയത്തിന്റെ സാക്ഷിയായി തുടങ്ങി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാഹനമായി മാറുന്നതാണ്. അവസാനം മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകുന്ന ആ ലോറി കണ്ണിൽ നിന്ന് അകലുമ്പോൾ പത്മരാജൻ നമ്മളോട് ചോദിക്കുന്നത് പോലെ തോന്നും, പ്രണയത്തിന് ശരിക്കും വേണ്ടത് എന്താണ്? ശരീരത്തിന്റെ ഭൂതകാലമോ സമൂഹത്തിന്റെ വിധിയോ അല്ല, ഒരാളുടെ മനസ്സിനെ മറ്റൊരാൾ തിരിച്ചറിയാനുള്ള കഴിവ്. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മഴ പെയ്യുമ്പോൾ, മുന്തിരിത്തോട്ടങ്ങൾ കാണുമ്പോൾ, ഉത്തമഗീതത്തിലെ ആ വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു ലോറിയുടെ ഹോൺ മുഴങ്ങുന്നത്. സോളമൻ സോഫിയയെ വിളിക്കുന്നു. മുന്നിൽ ഒരു നീണ്ട യാത്ര, പിന്നിൽ ഒരു തകർന്ന വേലി, മുന്നിൽ ഒരു പുതിയ ജീവിതം. പ്രിയേ, എഴുന്നേൽക്കൂ, വരിക. ശീതകാലം കഴിഞ്ഞുപോയി, മഴയും മാറിപ്പോയി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.